സ്ലം ഡോഗ് മില്യണർ എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെ ജമാലിനെ മറക്കാൻ ചാൻസ് ഇല്ല. ദേവ് പട്ടേൽ പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്ത, പുള്ളിക്കാരൻ തന്നെ അഭിനയിച്ച ഒരു ഒന്നൊന്നര അടിപൊളി ആക്ഷൻ മൂവിയാണിത്. ഇനി എന്തുകൊണ്ടാണ് ഈ സിനിമ ഇന്ത്യയിൽ റിലീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിന്റെ കാരണം സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കാം. ഈ സിനിമയിൽ നമ്മുടെ ഹീറോയെ നമുക്ക് കിഡ് എന്നും മങ്കിമാൻ എന്നൊക്കെ വിളിക്കാം. ആളുടെ ചെറുപ്പകാലം കാണിക്കുമ്പോൾ കിഡ് എന്ന് വിളിക്കാം, അല്ലാത്തപ്പോൾ മങ്കിമാൻ എന്ന് പറയാം. ഒരു ചെറിയ ഗ്രാമത്തിൽ തൻ്റെ അമ്മയോടൊപ്പം വളരെ സമാധാനത്തോടെ ജീവിച്ചിരുന്നവനാണ് നമ്മുടെ കിഡ്. ഇവരുടെ ഇഷ്ടദേവൻ ഹനുമാനാണ്. മങ്കിമാൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അമ്മ കിഡിന് ഹനുമാന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. ഒരിക്കൽ ഹനുമാന് വലിയ വിശപ്പുണ്ടായി. വലിയ വിശപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ശമിക്കാത്ത വലിയ വിശപ്പ്, എത്ര കഴിച്ചാലും മതിവരാത്ത വിശപ്പ്. കാട്ടിൽ ചെന്ന് അവിടെയുള്ള മാമ്പഴങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് അക്കൂട്ടത്തിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള, വളരെ ജ്യൂസി ആയിട്ട് ഫീൽ ചെയ്യുന്ന വലിയൊരു മാമ്പഴം അവൻ കാണുന്നത്. തിളങ്ങുന്ന ആ മാമ്പഴം ലക്ഷ്യമാക്കി അവൻ ആകാശത്തേക്ക് പറന്നു. എന്നാൽ അത് മാമ്പഴമായിരുന്നില്ല, സൂര്യനായിരുന്നു. അത് മനസ്സിലാക്കാത്ത ഹനുമാൻ സൂര്യനെ പിടിച്ച് കഴിച്ചു. ഇവന്റെ ഈ പ്രവൃത്തി ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരവനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അവന്റെ ശക്തികളൊക്കെ ഇല്ലാണ്ടാക്കി. പിന്നെ എന്ത് സംഭവിച്ചു അമ്മ? നമ്മുടെ കിഡ് ആകാംക്ഷയോടെ ചോദിച്ചു. കട്ട് ചെയ്താൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷനാണ് കാണിക്കുന്നത്. ഈ കാണുന്ന ആളുകളൊക്കെ ബെറ്റ് വെക്കാൻ വന്നതാണ്. 2 ഫൈറ്റേഴ്സ് റിങ്ങിൽ ഫൈറ്റ് ചെയ്യും. ഈ കാണുന്ന ആളുകളൊക്കെ ഇവർ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ടി ബെറ്റ് വെക്കും. ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ജയിച്ചാൽ ഇവർക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. റിങ്ങിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരാളുടെ പേര് കോബ്ര, കിങ് കോബ്ര. അയാളുടെ ഒപ്പോണന്റ് മങ്കി മാൻ. അതെ, നമ്മുടെ ഹീറോ. കഥയുടെ തുടക്കത്തിൽ അമ്മ ഹനുമാന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത നമ്മുടെ ഹീറോ തന്നെ. ഫൈറ്റിൽ നമ്മുടെ ഹീറോ തോറ്റുപോയി. കിങ് കോബ്ര മങ്കിമാനെ തൂക്കിയെടുത്ത് റിങ്ങിന് വെളിയിലിട്ടു. ഈ പുള്ളിക്കാരനാണ് ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്, ഈ ഫൈറ്റിന്റെ ഓർഗനൈസർ. എല്ലാവർക്കും ടൈഗേഴ്സ് ടെമ്പിളിലേക്ക് സ്വാഗതം. ഇതൊരു വിശുദ്ധ സ്ഥലമാണ്. കാരണം നിങ്ങളിൽ പലരും മുസ്ലിങ്ങളാണ്, ഹിന്ദുക്കളാണ്, പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറെ ക്രിസ്ത്യാനികളും കാണും. ബട്ട് ഇതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. കാരണം നമ്മളൊക്കെ ആരാധിക്കുന്നത് ഒരേ ഒരു ദൈവത്തെയാണ്, ഇന്ത്യൻ റുപ്പി. എന്താ ഡയലോഗടി! കാണികളെ രോമാഞ്ചം കുളിച്ച് കിങ് കോബ്രയെ വിന്നറായി പ്രഖ്യാപിച്ചു. തോറ്റുപോയി നമ്മുടെ ഹീറോ തിരികെ അവന്റെ റൂമിൽ ചെന്നു. കണ്ടില്ലേ, അടികൊണ്ട് അവന്റെ വായിന്ന് ബ്ലഡ് വരെ വരുന്നുണ്ട്. ഇത്രയും അടികൊണ്ട് തളർന്ന ബ്ലഡൊക്കെ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിലും ഇവന്റെ പാസ്റ്റില്, ഇവന്റെ ചെറുപ്പത്തിൽ സംഭവിച്ച വലിയൊരു ദുരന്തത്തെ പറ്റി ഇവൻ ചിന്തിക്കുന്നുണ്ട്. മങ്കിമാന്റെ നാടായിരിക്കാം, അവിടെ വലിയ തീ പിടിച്ചിരിക്കുന്നതായിട്ടും ഒരു പോലീസുകാരൻ അവിടെ നിൽക്കുന്നതായിട്ടും ഒക്കെ ഇവന്റെ ലൈഫിൽ അവൻ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത, അവനെ തുടർച്ചയായി ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർമ്മയാണെന്ന് പറയാം. ഈ ഫൈറ്റ് കണ്ടക്ട് ചെയ്യുന്ന ടൈഗർ ഇവിടെ വന്ന് നമ്മുടെ ഹീറോയ്ക്ക് ശമ്പളം കൊടുക്കുന്നു. മുഴുവൻ കൊടുക്കുന്നില്ല കേട്ടോ, പുള്ളി പാതി പിടിച്ചു വെച്ചിട്ട് പകുതി മാത്രമേ കൊടുക്കുന്നുള്ളൂ. ടൈഗർ, ഇതെന്താ ഇത് പകുതി മാത്രമേ ഉള്ളല്ലോ. അത് മതിയടാ, അതിന്റെ ആവശ്യമേ ഉള്ളൂ. ബാക്കി 50% നിന്റെ ബോഡിയൊക്കെ മുറിഞ്ഞ് ബ്ലഡൊക്കെ ചീറ്റി അങ്ങനെ ആകുവാണെങ്കിൽ തരായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ, കിട്ടിയത് കൊണ്ട് പോകാൻ നോക്ക്. കാര്യം പിടിയിട്ട് കാണുമല്ലോ. ഇതൊരു ഫിക്സഡ് മാച്ചാണ്. ഇവിടെ ബെറ്റ് വെച്ച് കൂടുതൽ പണം ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയിൽ വരുന്ന ആളുകളൊക്കെ മാന്യമായിട്ട് പറ്റിക്കുവാണ് ഇവന്മാർ. ഓരോ മത്സരത്തിലും ആര് ജയിക്കണമെന്ന് ഇവർ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. എത്രമാത്രം കാശ് വരുന്നോ, ഏത് പ്ലെയറുടെ പേരിലാണോ കൂടുതൽ കാശ് വരുന്നത്, ഇതൊക്കെ അനുസരിച്ചിരിക്കും ഓരോ മത്സരത്തിലെയും വിജയിയെ തീരുമാനിക്കുക. ഇങ്ങനെ ഒത്തിരി പൈസ ഈ ടൈഗർ പറ്റിക്കുന്നുണ്ട്. അതിന്റെ കൂടെ പിന്നെയും പിശുക്ക്, ബ്ലഡ് വന്നില്ല, ബ്ലീഡ് ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പകുതി പണമേ നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുന്നുള്ളൂ. ആ സീനോടെ കട്ടായാൽ തൊട്ടടുത്ത സീനിൽ കാണുന്നത് ഈ പുള്ളിക്കാരനാണ് ബാബാ ശക്തി. വലിയ ശക്തിശാലിയാ, ആൾദൈവമാണ് കേട്ടോ. പക്ഷെ കൊറോണ വന്നപ്പോൾ വാക്സിൻ എടുത്തായിരുന്നു. അത് പിന്നെ ദൈവത്തിനാണെങ്കിലും രോഗം വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞാലും പുള്ളി ഭയങ്കര സംഭവം കേട്ടോ. ഫിനാൻഷ്യലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും പുള്ളി വേറെ ലെവലാണ്. പുള്ളിക്കാരൻ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ജനങ്ങളൊക്കെ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൂ. അന്ധമായി ഇദ്ദേഹത്തിനെ വിശ്വസിച്ച് ഇദ്ദേഹത്തിന്റെ പുറകെ ചെല്ലാൻ ഒത്തിരി ആളുകളുണ്ട്. ഇവിടെ ബാബാ ശക്തി ഒടുക്കത്തെ ബ്രില്യൻ്റ് ആണ്. പുള്ളിക്കാരൻ ആ ലൈവ് ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ടിവിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കൃത്യമായിട്ട് പരസ്യം കൊടുക്കുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി അമ്പലം പണിയുന്നുണ്ട്. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. അതും സ്വന്തം പേരിലുള്ള സ്ഥലമൊന്നുമല്ല, നാട്ടുകാരെ അടിച്ചിറക്കി ഒഴിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ കിട്ടുന്ന സ്ഥലത്ത് ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി അങ്ങനെ ഒത്തിരി പരിപാടികൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തതിലേ ഡിമാൻഡ് ഉണ്ടാവും. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അമ്പലമോ പള്ളിയോ വല്ലതും പണിത് കഴിഞ്ഞാൽ വല്ല ഡിമാൻഡ് ഉണ്ടാവോ? സാധാരണ ആ ഏരിയയിലുള്ള ആളുകൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകും, പ്രാർത്ഥിക്കും, അങ്ങനെ ഇങ്ങനെയല്ലേ പോകത്തുള്ളൂ. അതേസമയം സാധാരണക്കാരായ ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലത്ത് പോയി അവിടെ ചെന്ന് അവരെ അടിച്ചിറക്കി അവിടുന്ന് അവരെ ഒഴിപ്പിച്ച് നരകിപ്പിച്ച് അങ്ങനെയൊക്കെ പിടിച്ചെടുക്കുന്ന സ്ഥലത്ത് അമ്പലമോ പള്ളിയോ പണിതാൽ എങ്ങനെ ഉണ്ടാവും? അതിനൊരു ഡിമാൻഡ് ഉണ്ടാവും. ഓരോ ദിവസവും അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആ പാവങ്ങൾ എന്തോ ചെയ്യാൻ? പിന്നെ മാത്രമല്ല അവരെ വില്ലന്മാരായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യും. അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഭൂരിപക്ഷത്തിന് തൃപ്തിയായി. ഇത് മുതലെടുക്കുന്ന നല്ല ഒന്നന്തരം ആൾദൈവമാണ് ഈ ബാബാ ശക്തി. അയാളിപ്പോൾ കാര്യമായിട്ട് പൊളിറ്റിക്സിൽ ഇറങ്ങാൻ തീരുമാനിച്ചേക്കുക. അയാളുടെ പാർട്ടി സ്ഥാനാർത്ഥിയൊക്കെ നിർത്തുന്നുണ്ട്. സ്ഥാനാർത്ഥിക്ക് വേണ്ടി വലിയ ക്യാമ്പയിനിങ് ഒക്കെ നടത്തുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോ. അവൻ്റെ അടുത്ത് വരുന്ന ഒരു പയ്യൻ നമ്മുടെ ഹീറോയുടെ അടുത്തുനിന്ന് പണം വാങ്ങി ഒരു ഫോൺ ഇവന് കൊടുത്തു. അതിലൊരു സ്ത്രീയെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഇവരുടെ പേരാണ് ക്വീനി കപൂർ. ഈ ഇൻഫർമേഷൻ കൊണ്ട് കൊടുത്ത ഈ പയ്യൻ ക്വീനിനെ രഹസ്യമായി ഫോളോ ചെയ്യുമായിരുന്നു. ആ പുള്ളിക്കാരി എല്ലാ ദിവസവും എന്തൊക്കെയാണ് ചെയ്യുന്നത്, സ്ഥിരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്തു. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ക്വീനി ഒരു കഫേയിൽ പോകാറുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അല്ല അതല്ല, എന്തിനാണ് നമ്മുടെ ഹീറോയ്ക്ക് ഈ ഇൻഫർമേഷനൊക്കെ? ആരാണ് ഈ ക്വീനി? വലിയ ബിസിനസ് ഒക്കെ നടത്തുന്ന, ഹോട്ടൽ ബിസിനസ് ഒക്കെ നടത്തുന്ന ഒരു പുള്ളിക്കാരിയാണ്. കുറേ നാളായി നമ്മുടെ ഹീറോ ഇവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവരിലൂടെ ഇവൻ എന്തോ കാര്യം നടത്തിയെടുക്കാനുണ്ട്. ദെൻ അടുത്ത ദിവസം, അതായത് ഫ്രൈഡേ, ക്വീനി സ്ഥിരം വരാറുള്ള ആ ഒരു കഫയിലെത്തി. അവിടേക്ക് ചെറിയ വിഗ്രഹങ്ങളൊക്കെ ആയി അതൊക്കെ വിൽക്കാനായിട്ട് വീൽ ചെയറിൽ ചെല്ലുന്ന ഒരു പുള്ളിക്കാരൻ നൈസായിട്ട് ക്വീനിയുടെ പേഴ്സ് അടിച്ചു മാറ്റുന്നു. ക്വീനി ഇക്കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. ഇവൻ പേഴ്സും കൊണ്ട് കുറേ ദൂരം ഇങ്ങനെ വീൽ ചെയറിൽ മുന്നോട്ട് പോയി കുറച്ചങ്ങോട്ട് കഴിഞ്ഞതും അവൻ വീൽ ചെയറൊക്കെ വിട്ട് ചാടി എണീറ്റ് നടക്കുന്നു. അവന്റെ കാലിന് ഒരു ഗുരുവില്ല. അങ്ങനെ നടന്നു പോണ വഴിക്ക് കാണുന്ന പല ആളുകൾക്ക് ഈ പേഴ്സ് കൊടുത്ത്
കറങ്ങി തിരിഞ്ഞ് ഈ പേഴ്സ് നമ്മുടെ ഹീറോയുടെ കയ്യിലെത്തും. ഇത് നമ്മുടെ ഹീറോയുടെ പ്ലാൻ ആയിരുന്നു. എന്തിനാണെന്നോ, ക്വീനിയുടെ പേഴ്സ് കുമാർ പൊക്കിയില്ലേ, അവൾ ആ കഫേയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ എങ്ങനെ ചായയുടെ പൈസ കൊടുക്കും? ഡിജിറ്റൽ പേയ്മെന്റ് ഒക്കെ ഉള്ള ഈ കാലത്ത് ഇവന്മാരുടെ ഒരു മണ്ടൻ പ്ലാൻ. എന്നാൽ ഇതൊന്നും അല്ല കേട്ടോ നമ്മുടെ മങ്കിമാൻ്റെ പ്ലാൻ. കളഞ്ഞുപോയ പേഴ്സും കൊണ്ട്, അല്ലെങ്കിൽ ഇവന്മാർ തന്നെ അടിച്ചു മാറ്റിയ പേഴ്സും കൊണ്ട് ക്വീനിയെ കാണാൻ പുള്ളിക്കാരുടെ ആ ഒരു ഹോട്ടലിലേക്കും ചെല്ലുന്നു. പെർമിഷൻ ഒക്കെ വാങ്ങി റൂമിൽ കയറി മാമിന്റെ പേഴ്സ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പേഴ്സ് കൊടുത്തു. അത് പിന്നെ 1-2 പേര് ഈ പേഴ്സിന് വേണ്ടി പിടിവിലുണ്ടാക്കുന്നത് കണ്ടു. കണ്ടപ്പോഴേ മനസ്സിലായി അവന്മാരുടെ പേഴ്സ് അല്ലെന്ന്. നിങ്ങളുടെ ID കണ്ടപ്പോൾ ഇവിടെ കൊണ്ടുതരാൻ ഓക്കെ എന്നും പറഞ്ഞ് പുള്ളിക്കാരി പേഴ്സ് വാങ്ങി നമ്മുടെ ഹീറോയ്ക്ക് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുന്നു. വേണ്ട മാഡം, പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നത്, എനിക്കൊരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ? ഇത് കിങ്സ് ഹോട്ടലാണ്. നമ്മൾ ഈ തെരുവിൽ തെണ്ടി നടക്കുന്ന ആളുകൾ ഇന്ന് ഇവിടെ ജോലിക്ക് എടുക്കാറില്ല. ഇവിടെ ജോലി ചെയ്യാൻ മാത്രമൊക്കെ ഉണ്ടോ നീ? അറ്റ്ലീസ്റ്റ് നിനക്കൊരു പ്രോപ്പർ CV എങ്കിലും ഉണ്ടോ? ഉടൻ നമ്മുടെ ഹീറോ അവൻ്റെ കൈ അവർക്ക് നേരെ നീട്ടി കാണിച്ചു കൊടുത്തു. അവൻ്റെ കൈ മൊത്തം പൊള്ളിക്കൂടുന്ന ഒരുമാതിരി വല്ലാത്ത കോലത്തിലാണ്. ഇതാണ് എൻ്റെ CV. പണിയെടുക്കാത്തവൻ്റെ കയ്യിലല്ലോ ഇത്. ഇതിൽ ബ്ലീച്ചസ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്, ഓയിലുണ്ട്. നിങ്ങൾ എന്നെ എന്ത് പണി ഏൽപ്പിച്ചാലും ഞാനത് ചെയ്യും. വേറെ ആരും ചെയ്യാൻ മടിക്കുന്ന പണിയും ചെയ്യും. ഇവൻ്റെ ഈ കോൺഫിഡൻസ് ക്യൂനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ആ സമയത്താണ് പുള്ളിക്കാരിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അവർ ആ കോൾ എടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ റൂമിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ നമ്മുടെ ഹീറോ നോക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ പുള്ളിക്കാരനെ കണ്ടത് നമ്മുടെ ഹീറോ ഒരുമാതിരി അങ്ങ് ദേഷ്യപ്പെടുന്ന പോലെ. അത് അവരോട് പ്രകടിപ്പിക്കുന്നില്ല, എന്നാൽ അവൻ്റെ മുഖത്തത് പ്രകടമാണ്. ഫോട്ടോയിൽ കാണുന്ന അയാളൊരു പോലീസുകാരനാണ്. അയാളുടെ പേര് റാണ സിംഗ്. നേരത്തെ ആ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴും ഇവൻ്റെ പാസ്റ്റിൽ സംഭവിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നല്ലോ. അതിലും ഒരു പോലീസുകാരൻ അവിടെ നിൽക്കുന്നതായിട്ടും വലിയ തീ പിടിച്ചിരിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ. അതേ പോലീസുകാരനാണ് ഇങ്ങേര്, റാണ സിംഗ്. ഈ റാണ സിംഗിന് നമ്മുടെ ഹീറോയുടെ പാസ്റ്റുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ഒരുപക്ഷേ ഈ റാണ സിംഗിന് വേണ്ടിയായിരിക്കും നമ്മുടെ ഹീറോ ഇത്ര ബുദ്ധിമുട്ടി ഇവിടെ തന്നെ ജോലി ചെയ്യാൻ വന്നത്. ഇവന്റെ കോൺഫിഡൻസ് ഒക്കെ കണ്ടപ്പോൾ ക്യൂനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. പുള്ളിക്കാരി ഇവന് ജോലി കൊടുക്കുന്നുണ്ട്. ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ചുമര് വിട്ട് പുറത്തു പോകാൻ പാടില്ല. അഥവാ ആരെങ്കിലും എന്തെങ്കിലും പുറത്തറിയിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയാൽ പിന്നെ അവരുടെ അവസ്ഥ വളരെ വളരെ ദുരിതം പിടിച്ച അവസ്ഥയായിരിക്കും. മനസ്സിലായോ? മങ്കി മാൻ തലയാട്ടി. അങ്ങനെ അവിടെ ജോലിക്ക് കയറി. ദാണ്ട് ഇവനാണ് അൽഫോൺസോ. നമ്മൾ നേരത്തെ കണ്ട ക്യൂനിക്ക് വേണ്ടി അല്ലറ ചില്ലറ ഗ്യാങ്സ്റ്റർ പരിപാടിയൊക്കെ ചെയ്തു പോകുന്ന അങ്ങനെയുള്ള ഒരുത്തനാണ്. പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം. അതിനുവേണ്ടി എത്ര തറ പരിപാടി വേണേലും കാണിക്കും. ഓയ്, നീ ഇവിടെ പുതിയതല്ലേ? എന്താ നിന്റെ പേര്? നമ്മുടെ ഹീറോ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് പേര് ബോബി എന്നാണ് എന്ന് പറഞ്ഞു. ഇവന്റെ ശരിക്കുള്ള പേര് ബോബി എന്നൊന്നുമല്ല. ഈ ബോബി എന്നുള്ള പേര് ഈ ഇരിക്കുന്ന ബ്ലീച്ചിൽ നിന്നാണ് കിട്ടിയത്. അതിൽ ബോബി എന്ന് കണ്ടപ്പോൾ മറ്റവനോട് അങ്ങനെ അങ്ങ് പറഞ്ഞു, ബോബി മോനെ, നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് ഇല്ലേ? ഇല്ലല്ലോ, നമ്മൾ എവിടെ വെച്ച് കാണാൻ കണ്ടിട്ടുണ്ടെന്നേ. നിന്റെ ബ്രാൻഡ് ഏത് നിനക്ക് ഇഷ്ടം? വലിയുണ്ടോ? ഏതാണ് ഫേവറേറ്റ്? ഇന്നിട്ട് ഇവിടുത്തെ മാനേജർ ഇത് കണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഡോ അൽഫോൺസോ, അവിടെ എവിടെ പോയി എൻ്റെ സ്റ്റാഫിനോട് സംസാരിച്ച് അവരുടെ സമയം കളയാതെ, ഒരു പണിയല്ലേ, ശല്യം ചെയ്യാൻ ഇറങ്ങി പോടെ എവിടെ നിന്നൊക്കെ പറഞ്ഞു വിട്ടു. അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മങ്കിമാൻ ലോക്കൽ സ്ട്രീറ്റിലെ ഒരു കടയിൽ ചെന്ന് രാജു എന്ന പേര് പറയും. അത് കേട്ട കടയിലെ ആൾ ഒരു കൊച്ചു പയ്യനെ വിളിച്ച് ഇയാളെ വിളിച്ചുകൊണ്ട് പോകാൻ പറയും. ഓക്കെ ചേട്ടാ ഞാൻ ഇയാളുടെ തോളി കയറി പോക്കോട്ടെ. തോളയിലിരുന്നല്ലേ നിനക്ക് പോകത്തുള്ളല്ലോ, നിനക്ക് വേണ്ടി ഒരു റിക്ഷ വിളിച്ചു തരാം. അവന് തോളയിരിക്കണം പോലും. ഇയാളെ വിളിച്ചോണ്ട് പോടെ. ഒരു കാര്യമില്ലായിരുന്നു, വെറുതെ വന്ന് തെറി കേട്ടു. ഈ ചെക്കൻ നമ്മുടെ ഹീറോയും വിളിച്ചുകൊണ്ട് ചെല്ലുന്നത് ഒരു കള്ളക്കടത്തുകാരൻ്റെ അടുത്തേക്കാണ്. നമ്മുടെ ആൾക്ക് ഒരു തോക്ക് വേണം, ഒരു ഗൺ. ഒത്തിരി പൈസ ഒന്നുമില്ല, ഉള്ള പൈസയ്ക്ക് ഒരു ചെറിയ ഗൺ മേടിക്കുക. അവിടുത്തെ ആൾ കുറേ ഗൺസൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഇതുപോലത്തെ സാധനമാണ് ജോൺ വിക്ക് യൂസ് ചെയ്യുന്നത്, ഇത് വേണോ? അത്രക്കൊന്നും പോകണ്ട, നമുക്കൊരു റിവോൾവർ മതി. അങ്ങനെ റിവോൾവർ മേടിച്ചു. ഗണ്ണ് കൊണ്ട് ഇവൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലൊന്നും പോകാൻ പറ്റത്തില്ല, അവിടെ എപ്പോഴും സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ടാവും. അടുത്ത ദിവസവും ജോലിക്ക് ചെയ്യുന്നു. നമ്മുടെ ക്വീനിയുടെ ഓഫീസിലേക്ക് ആൾക്ക് വേണ്ട ഡ്രിങ്ക് കൊണ്ട് നമ്മുടെ ഹീറോ ചെല്ലുമ്പോൾ ക്വീനി അവിടെ ഒരു പെണ്ണിനെ വഴക്ക് പറഞ്ഞിട്ടിരിക്കുകയാണ്. അവളുടെ പേരാണ് സീത. പുള്ളിക്കാരി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നഗരത്തിൽ വെറും 500 രൂപയൊക്കെ വാങ്ങി പണി ചെയ്തിരുന്ന ഈ പെണ്ണിനെ ഇവർ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കും. മുമ്പ് വളരെ താഴേക്കിടയിൽ ചെറിയ ആളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇവൾക്ക് ലുക്ക് ഉള്ളതുകൊണ്ട് ഇവൾ ഇവിടെ വരെ എത്തി. അവിടെ നിന്ന് ഇവിടെ എത്തിയാലും ഇവൾ ചെയ്യുന്ന പണി അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പറയുന്നത് കേൾക്കണം, ഇവരുടെയൊക്കെ തല്ല് കൊള്ളണം. ഈ ക്വീനിക്കൊന്നും ഒരു മനുഷ്യത്വമില്ല. ചെറിയ മിസ്റ്റേക്കുകൾക്ക് പോലും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. ഇവിടെ സീതയെ പോലെ മറ്റൊട്ടനവധി പെൺകുട്ടികളുണ്ട്. ദെൻ അൽഫോൺസോ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ക്വീനി നമ്മുടെ ഹീറോയോട് തിരിഞ്ഞ് നിൽക്കാൻ പറയും. അതായത് വോളിനെ ഫേസ് ചെയ്ത് നിൽക്കാൻ പറയും. ബിക്കോസ് അപ്പുറത്തെ സൈഡിലൊരു ലോക്കർ ഉണ്ട്. അത് തുറക്കുമ്പോൾ അതിൻ്റെ പാസ്കോഡ് നമ്മുടെ ഹീറോ ശ്രദ്ധിക്കാൻ പാടില്ലല്ലോ. ക്വീനി അതിൽ നിന്ന് കുറേ പണം എടുത്ത് അൽഫോൺസോയ്ക്ക് കൊടുത്ത് അവരുടെ ബിസിനസ് കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. ഇതൊക്കെ കേട്ട നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പായി. ക്വീനിയുടെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളാണ് ഈ അൽഫോൺസോ. അയാളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ ഒരുപക്ഷെ ഹീറോയ്ക്ക് റാണ സിംഗിലേക്ക് എത്താൻ പറ്റും. അൽഫോൺസോ, എനിക്കൊരു ഹെൽപ്പ് വേണം. നിങ്ങൾ മാഡത്തിൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളല്ലേ, എനിക്ക് VIPs ഒക്കെ വരുന്ന ആ സെക്ഷനിൽ ജോലി കിട്ടുമോ? എന്ത്, നിനക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യണോ? നിനക്ക് എന്തിനാണ് അവിടെ ജോലി? അത് ഒരേ ഒരു തവണ അവരെയൊക്കെ ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്കും ഗുണമുണ്ടാവും. അതെങ്ങനെ? എനിക്കെങ്ങനെ ഗുണമുണ്ടാവും? ഇന്ന് വൈകിട്ട് ഈ അഡ്രസ്സിൽ വരണം, ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ആൾക്ക് വേണ്ടി നിങ്ങൾ ബെറ്റ് വെക്കണം. ഇയാൾ തന്നെ ജയിക്കുമെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? ബിക്കോസ് അയാളുടെ ഓപ്പോണൻ്റായിട്ട് മത്സരിക്കുന്നത് ഞാനാണ്. എന്താണ് നിനക്ക് വയ്യേ? നീ എന്ത് തമാശ കളിക്കണോ? നോ, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ആദ്യത്തെ 2 റൗണ്ട് ഞാൻ ജയിക്കും, 3ാമത്തെ റൗണ്ട് കോബ്രയെ ജയിക്കൂ. ഫസ്റ്റ് 2 റൗണ്ടോടെ അവിടെ ബെറ്റ് ചെയ്യാൻ വന്നേക്കുന്ന എല്ലാവരും മങ്കി തന്നെ വിജയിക്കുമെന്ന് ഉറപ്പിക്കും. എല്ലാവരും മങ്കി മാനിൽ ബെറ്റ് വെച്ച് കഴിയുമ്പോൾ കളി മാറും, കോബ്ര കളി ജയിക്കും. വൈകുന്നേരം അൽഫോൺസോ ഫൈറ്റ് നടക്കുന്നത് എന്ന് ബെറ്റ് വെച്ചു. ഹീറോ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അൽഫോൺസോ ഹാപ്പി. അങ്ങനെ അവൻ്റെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്ത് നമ്മുടെ ഹീറോയ്ക്ക് പ്രൊമോഷൻ കൊടുത്തു. VIPs ഒക്കെ വരുന്ന ഫ്ലോറിലാണ് ഇപ്പോൾ അവൻ ജോലി ചെയ്യുന്നത്. ഇവിടുത്തെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ, VIPsന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള പൊടിയും മദ്യവും ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള ബിസിനസ്സുകാരെ പറ്റിയൊക്കെ അൽഫോൺസോ ഇവന് പറഞ്ഞു കൊടുത്തു. ഈ കൂട്ടത്തിൽ റാണയും ഉണ്ട്. എന്നാൽ പുള്ളിയുള്ള സ്ഥലത്തേക്ക് അങ്ങനെ കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല. പുള്ളി ഏതൊരു സ്പെഷ്യൽ റൂമിലാണ്, VIP റൂമിലാണ്. ഇതാണ് നമ്മുടെ അൽഫോൺസോന്റെ വണ്ടി. ലുക്ക് അറ്റ് ഹെർ, അവളുടെ സൗന്ദര്യം നോക്കിയേ, എൻ്റെ മുത്താണ് ഇവള്, നിക്കി. നമ്മൾ വിചാരിക്കും ഇവനീ തള്ളൊക്കെ തള്ളുന്നത് ആ കാറിനെ പറ്റിയാണെന്ന്. സംഭവം അതല്ല.
മാത്രമല്ല അവിടെ കിടക്കുന്ന മോഡിഫൈ ചെയ്ത ഓട്ടോറിക്ഷ കണ്ടില്ലേ, അതിനെപ്പറ്റിയാണ് ഈ പുള്ളിയുടെ തള്ളു. ഓട്ടോ എന്ന് പറഞ്ഞ് പുച്ഛിക്കാനൊന്നും പറ്റത്തില്ല, കൈ കൊടുത്താൽ ആൾ പറക്കും. ദെൻ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ഇതേ VIP സെക്ഷനിൽ ജോലി ചെയ്യുമ്പോൾ ഇവൻ അവിടെ സീതയെ കണ്ടു. ക്വീനിയുടെ റൂമിലുണ്ടായിരുന്ന അതേ പെണ്ണ് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ കൂടെയാണ്. അവർ രണ്ടാളും ആ ഒരു സെറ്റപ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോ സീതയുടെ ബോഡിയിലുള്ളൊരു ടാറ്റു ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു ചെറിയ സ്പാരോയുടെ ഒരു ടാറ്റു. ഈ ബിസിനസ്സുകാരനാവട്ടെ നമ്മുടെ സീതയോട് നിന്നെ ഞാൻ ഒരു റാണിയെ പോലെ നോക്കും, ഇന്ത്യൻ പ്രിൻസസ് ആയി നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇച്ചിരി മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുമ്പോൾ അത് കണ്ടിരിക്കാൻ നമ്മുടെ ഹീറോയ്ക്ക് പറ്റുന്നില്ല. അവൻ എന്തൊക്കെയോ അവൻ്റെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് അവിടുന്ന് മാറിപ്പോകുന്നു. രക്തം പുരണ്ട കൈകൾ, ആരുടെയോ കൈകൾ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്ന പോലെയൊക്കെയാണ് നമ്മുടെ ഹീറോയ്ക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത്. ഒരു നാട്, ആ നാട്ടിൽ പോലീസുകാർ അതിക്രമിച്ച് കയറി അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം അവർ ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതേ ഗ്രാമത്തിലാണ് നമ്മുടെ കിഡും അവൻ്റെ അമ്മയും ജീവിച്ചിരുന്നത്. ഇവരുടെ നാട്ടിൽ ചെന്ന് ഇവർ ജീവിച്ചിരുന്ന ഇവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടാനാണ് പോലീസിന്റെ ശ്രമം. അതിനുവേണ്ടി വലിയ തരത്തിലുള്ള അക്രമങ്ങളൊക്കെ അഴിച്ചുവിടുന്നുണ്ട്, ഒരുപാട് പേരെ തല്ലിച്ചതച്ച് കൊല്ലുന്നുണ്ട്. തന്റെ ലൈഫിൽ സംഭവിച്ച ഇക്കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരുമാതിരി അങ്ങ് വല്ലാണ്ടായ നമ്മുടെ ഹീറോ പെട്ടെന്ന് ആ VIP സെക്ഷനിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നു. സഹിക്കാൻ പറ്റുന്നില്ല, ഇത്ര വലിയ അനീതി കാണിച്ചിട്ടും ആരും പ്രതികരിക്കുന്നില്ല, ആരും അതിനെപ്പറ്റി സംസാരിക്കുന്ന പോലുമില്ല. അന്ന് ആ അക്രമത്തിനൊക്കെ നേതൃത്വം കൊടുത്ത റാണയെ വകവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഹീറോയുടെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് പുള്ളിക്കാരൻ ഒരു വിധത്തിൽ ഇതാ ഇവിടെ വരെ എത്തിയത്. ഇപ്പം നമ്മുടെ മങ്കിമാൻ ആ ഇടവഴിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലേക്കൂടോ ചാടിക്കയറി വന്ന ഒരു നായി ഇവന്റെ അടുത്ത് വന്ന് ഇവനെ ഇങ്ങനെ മണപ്പിക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ഹീറോയും അതിന് കഴിക്കാൻ ഫുഡൊക്കെ കൊടുത്തു. ഇന്നേരമാണ് സീത അങ്ങോട്ട് വരുന്നത്. നേരത്തെ അവിടെ ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തോണ്ടിരുന്ന സമയത്ത് നമ്മുടെ സീത ഇവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ. ഇവിടെ വന്നപ്പോൾ നമ്മുടെ മങ്കിമാൻ അവളുടെ ടാറ്റുവിനെ പറ്റി പറയുന്നു. നിന്റെ ആ ടാറ്റു അത് സ്പാരോ അല്ലല്ലോ അല്ലേ, അതൊരു കോയലല്ലേ, ഞാനൊരു കാട് പോലത്തെ സ്ഥലത്താണ് വളർന്നത്, എല്ലാ ദിവസവും ഇങ്ങനെയുള്ള കിളികളെ ഞാൻ കാണാറുണ്ട്. ഒരു പക്ഷേ സീതയും മേ ബി ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവളാവാം. എന്തായാലും അവൾ അതിനെപ്പറ്റി ഇവിടെ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പകരം ഇവനിപ്പോൾ ഡോഗിന് ഫുഡ് കൊടുത്തില്ലേ, അങ്ങനെ അതിന് ഫുഡ് കൊടുക്കുന്ന അത്ര നല്ല ശീലമല്ല എന്ന് പറയുന്നു. ബിക്കോസ് ഒരു തവണ ഫുഡ് കൊടുത്താൽ വീണ്ടും ആഹാരം കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തത് പിന്നെയും വരും. എല്ലാ ദിവസവും ഇവൻ ആ ഡോഗിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, വെറുതെ എന്തിനാ അതിനൊരു പ്രതീക്ഷ കൊടുക്കുന്നതെന്ന്. ശേഷം പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഹീറോ ഇതുവരെ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ആ VIP സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഇവൻ നേരത്തെ പങ്കെടുത്തിരുന്ന ഒരു ഫൈറ്റിലൊക്കെ പോകുന്നുണ്ട്. ആ ഡോഗിനും സ്ഥിരമായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡ് കൊടുക്കുന്നതെന്ന് മാത്രമല്ല അതിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ അതിനെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിൽ കൃത്യമായി ലക്ഷ്യം നോക്കി ഫയർ ചെയ്യാനും പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ന്യൂസിലൊക്കെ ആവട്ടെ ബാബാ ശക്തി അങ്ങ് നിറഞ്ഞിരിക്കുവാണ്. പുള്ളിക്കാരനെ ഇപ്പോൾ യെറ്റാന എന്ന സ്ഥലത്തുള്ള കുറേ ആളുകളെ ഒഴിപ്പിക്കണം അത്രേ. അവിടെ ആളുകളെ ഒഴിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നതും റാണയാണ്, നമ്മുടെ ഹീറോ തേടി നടക്കുന്ന ചീഫ് റാണ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോ എല്ലാ ദിവസവും ആ ഡോഗിന് ഫുഡ് കൊടുക്കുന്ന ഇടവഴിയില്ലേ, അവിടെ വന്ന് ഡോഗിനെ വിളിച്ചു. ഇവന്റെ വിസിലടി കേട്ട് ഡോഗ് ഓടിക്കത് ശിവന്റെ അടുത്ത് വരുമ്പോൾ അതിന്റെ കഴുത്തിൽ ഗണ്ണ് കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് ഇതിനകത്തേക്ക് വർക്ക് ചെയ്യാൻ കയറുമ്പോഴല്ലേ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഹീറോ ഓൾറെഡി അകത്ത് കയറിയതുകൊണ്ട് ഇവിടെ ഇടവഴിയിൽ നിന്ന് ഗണ്ണ് മേടിച്ച് നൈസായിട്ട് അകത്ത് കയറാം, ആരും ചെക്ക് ചെയ്തില്ല. അങ്ങനെ ഗണ്ണും കൊണ്ട് അകത്ത് കയറി VIPs ഒക്കെ വരുന്ന VIP സെക്ഷനിൽ പ്രത്യേക തരത്തിലുള്ള പൊടി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ, പൊടി സപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ ഹീറോയും അൽഫോൺസോയും അകത്ത് ചെയ്യുന്നു. നമ്മുടെ സീതയും അവിടെ ഉണ്ടായിരുന്നു. സീതയെ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് റാണ. റാണയുടെ ഫോട്ടോ കണ്ടാലും നേരിട്ട് കണ്ടാലും ഹീറോയ്ക്ക് അവനോട് വാശിയാണ്, ദേഷ്യമാണ്. അവനെ കൊല്ലാൻ നിൽക്കുന്ന പോലെയാണ് നമ്മുടെ ഹീറോ. കൊല്ലാൻ തന്നെ നിൽക്കുവാണല്ലോ, അതിൻ്റെ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കണം. ആദ്യം ഇവനൊന്ന് പതറി പോകുന്നുണ്ടെങ്കിലും ധൈര്യം സംഭരിച്ച് ഇന്നുകൊണ്ട് റാണയെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ച് അയാൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന പൊടിയിൽ ബ്ലീച്ച് ചേർത്തു. പൊടി മാറ്റിയിട്ട് ബ്ലീച്ച് ആക്കി. ഇന്നേരം ഇവന്റെ കോട്ടിനുള്ളിൽ ഗണ്ണിരിക്കുന്ന കാര്യം നമ്മുടെ സീതയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. മറ്റേ പൊടിക്ക് പകരം ബ്ലീച്ച് വലിച്ചു കയറ്റിയ റാണയുടെ മൂക്കിൽ നിന്ന് ചോരയൊക്കെ വന്നു. പുള്ളിക്കാരൻ റെസ്റ്റ് റൂമിൽ കയറിയപ്പോൾ നമ്മുടെ ഹീറോയും റെസ്റ്റ് റൂമിനകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്ത് ഇവന്റെ നേരെ ഗണ്ണ് ചൂണ്ടി. എന്നാൽ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വന്നു. ഈ അവസരം യൂസ് ചെയ്ത് റാണ നമ്മുടെ ഹീറോയുടെ കയ്യിലുള്ള ഗണ്ണ് തട്ടി മാറ്റി രണ്ടുപേരും തമ്മിൽ അടിയായി. അടിക്കിടയിൽ ഇവന്റെ പക്കലുണ്ടായിരുന്ന ഗൺ ഫയർ ആവുന്നുണ്ട്. ആ ശബ്ദം കേട്ട് VIP റൂമിലുള്ള ആളുകളൊക്കെ ചിതറി ഓടി. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് ഒക്കെ ശബ്ദം കേട്ടെടുത്തേക്ക് ഓടി വരുന്നു. നമ്മുടെ മങ്കിമാനി റാണയോട് ഇത്ര വാശി തോന്നാൻ കാരണം ഇവന്റെ അമ്മയെ കൊന്നത് ഇങ്ങേരാണ്. കിഡിന്റെ ആ പാസ്റ്റിൽ നമ്മൾ കണ്ടിരുന്നല്ലോ, പോലീസുകാർ അവിടെ അതിക്രമിച്ച് കയറി ഈ റാണ എല്ലാം കൂടെ അവിടെയുള്ള ആളുകളൊക്കെ തല്ലി ചതച്ചൊരു പരുവമാക്കുന്നത്. ആ കൂട്ടത്തിൽ ഇവന്റെ അമ്മയെ ഇങ്ങേര് കൊന്നു. അതിന് പ്രതികാരമായിട്ട് റാണയെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ റാണ അങ്ങനെയൊന്നും വീഴുന്ന ആളല്ല. കുറേയധികം മെനക്കെട്ട് പരിശ്രമിച്ചു. അടി ഇടി കത്തിക്കുത്ത് സ്റ്റിൽ റാണയ്ക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ്. മാത്രമല്ല റെസ്റ്റ് റൂമിലെ ലോക്കൊക്കെ പൊട്ടിച്ച് സെക്യൂരിറ്റീസ് അകത്ത് കയറി വരാനും ശ്രമിക്കുന്നു. ഇങ്ങനെ പോയാൽ തനിക്ക് റാണയെ കൊല്ലാൻ പറ്റത്തില്ല, അവരെല്ലാം കൂടെ വന്ന് തന്നെ കൊല്ലുമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ മറ്റൊരു വഴി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റീസ് ഒക്കെ അകത്ത് കയറി വന്നിരുന്നു. ഹീറോയ്ക്ക് അവരോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നാലും ഒരു വിധത്തിൽ അവരെയൊക്കെ അടിച്ചും തല്ലിയും ഒരു പരുവമാക്കി അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് നമ്മുടെ അൽഫോൺസോയുടെ പറക്കുന്ന റിക്ഷയിൽ കയറി അൽഫോൺസോയും വിളിച്ച് കയറ്റി അങ്ങനെ രണ്ടുപേരും അവിടുന്ന് പോവാണ്. സ്റ്റിൽ റാണയുടെ പോലീസും സെക്യൂരിറ്റീസും ഒന്നും ഇവരെ വെറുതെ വിടുന്നില്ല. വലിയൊരു ചേസ്, ബൈക്കിലും ജീപ്പിലും ഈവൻ ഹെലികോപ്റ്ററിൽ പോലും പോലീസും ആ സെക്യൂരിറ്റീസും ഒക്കെ ഇവരെ ചേസ് ചെയ്ത് വരുന്നുണ്ട്. ഒടുക്കം ഇവന്മാർ ഓട്ടോ ഇടിച്ച് മറിച്ച് പോലീസ് ഇവരെ പിടിച്ചു. ഹീറോയെ പോലീസ് വാഹനത്തിലും സ്റ്റേഷനിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന് ശരിക്കും ഒന്ന് ബോധം വരുന്നത്. കയ്യിൽ വിലം കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു അവസാന ശ്രമം എന്ന രീതിയിൽ പോലീസിനെ പോലും തല്ലി അവിടുന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ഹീറോ ശ്രമിക്കുന്നുണ്ട്. അതിലവൻ പാർഷ്യലി വിജയിക്കുന്നുണ്ട്. അവിടുത്തെ ആ സ്ട്രീറ്റിലൂടെ, പ്രത്യേകിച്ച് അതിൻ്റെയൊക്കെ മുകളിലൂടെ, ആ കെട്ടിടങ്ങളുടെ മുകളിലൂടെ ചാടി കയറി എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാനാണ് ശ്രമം. എന്നാൽ അവർ ഹെലികോപ്റ്റർ പോലും ചേസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നല്ലോ. അവർ നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്തു. വെടികൊണ്ട മങ്കിമാൻ അവിടുന്ന് തെറിച്ച് വെള്ളത്തിലേക്കാണ് വീഴുന്നത്. കട്ട് ചെയ്താൽ ഇവന്റെ ചെറുപ്പത്തിൽ കിഡവൻ അമ്മയോടൊപ്പം ആ ഒരു ടൈമിൽ അമ്മ ഇവനെ അവരുടെ വിശ്വാസം അനുസരിച്ച് ഹനുമാന്റെ പ്രാർത്ഥനകളൊക്കെ, ഹനുമാനോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇവനെ അതൊക്കെ പഠിപ്പിക്കും. ഇതിനിങ്ങനെ ഒരു ബ്യൂട്ടി ഉണ്ടെന്ന് ഈ സീൻ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാതൊരു സന്തോഷം വന്നു പോകും. ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ളിൻ്റെ ഉള്ളിൽ വരും. അവരുടെ വിശ്വാസം എന്ത് തന്നെ ആയിക്കോട്ടെ, അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരവരുടെ മകന് പഠിപ്പിച്ചു കൊടുക്കും. അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അവരുടെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്ന് മരത്തിന്റെ വേരുകളെ പറ്റി, അതേപോലെ നമ്മുടെ കയ്യിലുള്ള രേഖകളെ പറ്റി, ഭാവിയിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നതിനെ
പറ്റിയൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്താൽ പ്രസന്റിൽ വെള്ളത്തിൽ വീണുപോയി നമ്മുടെ ഹീറോയെ ആരൊക്കെയോ കുറേ ആളുകൾ പിടിച്ചുകൊണ്ട് പോയി അവൻ്റെ ബോഡിയിൽ ഇറങ്ങിയ ബുള്ളറ്റ് റിമൂവ് ചെയ്യുന്നു. ഹോസ്പിറ്റലൊന്നുമല്ല, പഴയകാല രീതിയിൽ കുറച്ചധികം വേദനയൊക്കെ സഹിക്കേണ്ട രീതിയിലാണ് ഈ ബുള്ളറ്റ് റിമൂവ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ഇവന് ശരിക്കും ഒന്ന് ബോധം തെളിഞ്ഞ് കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ആൽഫ എന്ന പേരുള്ള ഒരു അർദ്ധനാരി ഇവനോട് സംസാരിക്കുന്നു. ഈ ആൽഫയും ഇവരുടെ കുറച്ച് ആളുകളും ഈ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. ഈ സ്ഥലമാണ് യഥാന. നേരത്തെ ന്യൂസിൽ കണ്ടില്ലേ ബാബാ ശക്തിയുടെ ആളുകൾ ഇവരെയൊക്കെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന്. ആ സ്ഥലമാണ് ഈ സ്ഥലം. ആ ചേസിൽ വെടികൊണ്ട് വെള്ളത്തിൽ വീണ നമ്മുടെ ഹീറോയെ പോലീസുകാർ കണ്ടെത്തുന്നതിന് മുമ്പ് ഇവർക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഇവിടം സേഫാണ്. ഈ സ്ഥലത്ത് പോലീസ് അങ്ങനെ കയറത്തില്ല. ഇതൊരു ക്ഷേത്രം, അമ്പലമൊക്കെ പോലുള്ള ഒരു സെറ്റപ്പാണ്. ഇപ്പോൾ ഇവിടുന്ന് പുറത്തു പോകുന്നതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. കാരണം പുറത്ത് പോലീസുണ്ട്. അവരുടെ കാണാൻ കൈ കിട്ടിയുള്ള അവസ്ഥ പറയണ്ടല്ലോ. സംഭവം ഇവിടെയുള്ള ഈ ആൽഫയ്ക്ക് ഇവരുടെ ആളുകൾക്ക് നമ്മുടെ ഹീറോയെ നേരത്തെ പരിചയമൊന്നുമില്ല. പക്ഷെ അവന് സഹായം വേണ്ട സമയത്ത് കൃത്യമായി അവിടെ എത്താനും അവനെ സഹായിക്കാനും ഇവർക്ക് സാധിച്ചു. ഹീറോയ്ക്ക് സഹായം വേണ്ടിയ കൃത്യസമയത്ത് ഇവരുടെ ആളുകൾ അവിടെ എത്തിയപ്പോൾ ഒരുപക്ഷെ ദൈവം തന്നെ ഇവരെ അവിടെ എത്തിച്ചതായിരിക്കും ഇവർ ചിന്തിച്ചു. അതുകൊണ്ട് നമ്മുടെ ഹീറോയ്ക്ക് താൽക്കാലികമായിട്ടെങ്കിലും രക്ഷപ്പെടാൻ സാധിച്ചു. ഇതിനൊക്കെ ശേഷം റാണ ബാബാ ശക്തിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. റാണയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ പറ്റി അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അക്രമിയെ കണ്ടുപിടിച്ചിരിക്കണമെന്നാണ് ബാബാ ശക്തി പറയുന്നത്. ആരോ പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും അവൻ തങ്ങളിലേക്ക് എത്താൻ പാടില്ല. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അവനെ കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. പോലീസ് ചീഫ് റാണയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം വലിയ വാർത്തയാവുന്നുണ്ട്. ആ ഹോട്ടലിൽ വെച്ചിരുന്ന CCTV ക്യാംസിൽ ക്യാപ്ചറായ വിഷ്വൽസിലൂടെ നമ്മുടെ ഹീറോയെയും ഹീറോയുടെ കൂടെ ഉണ്ടായിരുന്ന അൽഫോൺസോയെയും ക്ലിയർ ആയിട്ട് കാണാം. ന്യൂസിലൂടെയും ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് സ്പ്രെഡ് ചെയ്ത് മാക്സിമം വേഗത്തിൽ ഇവരെ കണ്ടുപിടിക്കാനാണ് ശ്രമം. അൽഫോൺസോ ഇപ്പോൾ ഒളിവിലാണ്. അവനെ പിടിക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി ഓടി രക്ഷപ്പെട്ടു. ഇവിടെ ഇങ്ങനെ ക്ഷേത്രത്തിലാവട്ടെ നമ്മുടെ ഹീറോയുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള വാശിയും ദേഷ്യമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഇവിടുത്തെ ആൽഫ അവനെ വിളിച്ചുകൊണ്ട് പോയി അവരുടെ അമ്പലത്തിന്റെ ഒരു സൈഡിലുള്ള വലിയൊരു മരം കാണിച്ചു കൊടുക്കുന്നു. ലോർഡ് ശിവ നേരിട്ട് വന്ന് നട്ട മരമാണെന്നാണ് ഇവർ പറയുന്നത്. ഈ മരത്തിന്റെ വേരുകൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിലൊരു പോട്ടന്റ് ടോക്സിൻ അടങ്ങിയിട്ടുണ്ട്. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടത്രേ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണ് മാത്രമേ ഇതിൽ നിന്ന് സർവൈവ് ചെയ്യാനും സാധിക്കുമെന്ന്. നമ്മുടെ ഡ്യൂൺ മൂവിയിൽ റവറൻ മദറിന് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലെ തന്നെ മേ ബി നമ്മുടെ ഹീറോ ഇത് കഴിച്ചാൽ മരിച്ചു പോയേക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അവൻ കൂടുതൽ പവർഫുൾ ആയി മാറിയേക്കാം. നമ്മുടെ ഹീറോ അത് ഉപയോഗിക്കാൻ തയ്യാറായി. അത് ഉപയോഗിച്ചതും അവൻ്റെ പാസ്റ്റ് ലൈഫിലേക്ക് വീണു പോവുകയാണ്. പാസ്റ്റ് ലൈഫിലെ ഓർമ്മകളിലേക്ക് പോവുകയാണ്. അത് ഉപയോഗിച്ചതും ഭയങ്കരമായിട്ടുള്ള പെയിൻ നമ്മുടെ ഹീറോയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരുമാതിരി മെന്റലി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ഹനുമാൻ തന്റെ നെഞ്ച് പിളർന്നില്ലേ, അതുപോലെ നമ്മുടെ ഹീറോയ്ക്ക് അവന്റെ നെഞ്ച് പിളർക്കാൻ സാധിക്കുന്നു. ഫിസിക്കലി അങ്ങനെ ചെയ്യുന്നില്ല, പുള്ളിക്കാരന്റെ മനസ്സിൽ അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാകുന്നു. അതിലൂടെ തന്റെ പാസ്റ്റ് ലൈഫിലേക്ക് പോവുകയാണ് നമ്മുടെ ഹീറോ. പോലീസുകാർ ഈ നാട്ടിലേക്ക് അതിക്രമിച്ച് കയറി വന്ന് ഇവിടെയുള്ള ആളുകളെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നു. വലിയ തരത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. വീടുകൾ കത്തിക്കുന്നു. അവിടെ ജീവിച്ചിരുന്ന ജനങ്ങളെ അടിച്ചും തല്ലിയും ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലാക്കി അവരുടെ കൈയും കാലും ഒക്കെ ഒടിക്കുന്നു. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ നമ്മുടെ ഹീറോയുടെ അമ്മ അവനെയും പിടിച്ചുകൊണ്ട് ഓടിച്ചെന്ന് അവരുടെ വീടിനകത്ത് കയറി. എന്ത് സംഭവിച്ചാലും തന്റെ മകൻ സേഫ് ആയിരിക്കണം, തനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, തന്റെ മകൻ സേഫ് ആയിരിക്കണമെന്ന് തീരുമാനിച്ച ആ അമ്മയാവട്ടെ നമ്മുടെ ഹീറോയെ അവരുടെ വീടിന് മുകൾ ഭാഗത്ത് മച്ചിൽ കയറ്റി ഒളിപ്പിച്ചു. താഴെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് കാണാം. അവനിങ്ങനെ നോക്കി നിൽക്കെ ആ പോലീസുകാരൻ റാണ ഈ വീട്ടിലേക്ക് കയറി വന്ന് ഇവന്റെ അമ്മയെ പിടിച്ചു. അനുവാദമില്ലാതെ തന്റെ ശരീരത്ത് പിടിച്ചതും ഈ പുള്ളിക്കാരി ഒരു കത്തി ഉപയോഗിച്ച് ഈ റാണയുടെ ചെവി തീർത്ത് വെട്ടുന്നുണ്ട്. ഇവൾ ഇങ്ങനെ ചെയ്തതോടെ അയാൾക്ക് ഭയങ്കര വാശിയായി. റാണയുടെ കൈകൊണ്ട് തന്നെ ഇവളെ കൊല്ലാൻ തീരുമാനിച്ച് അടിച്ച് അവളെ താഴെയിട്ട് ബെൽറ്റൂരി അവളെ ഒരുപാട് തല്ലി കഴുത്തിറക്കി അവളെ കൊന്നിട്ട് കത്തിക്കുന്നു. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ നോക്കി നിൽക്കാൻ മാത്രമേ നമ്മുടെ ഹീറോയ്ക്കായുള്ളൂ. ചെറിയ കുട്ടിയല്ലേ, അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവൻ താഴെ ഇറങ്ങി വന്നാൽ ഇയാൾ അവനെയും കൊല്ലും. റാണ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം നമ്മുടെ പയ്യൻ താഴെ ഇറങ്ങി വന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ അമ്മയുടെ ശരീരത്തിലെ തീ കെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് അവൻ്റെ കയ്യിൽ പൊള്ളലേൽക്കുന്നത്. നേരത്തെ ക്വീനി ഇവനോട് CV ചോദിച്ചപ്പോൾ അവനവൻ്റെ കൈ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. ഇങ്ങനെയാണ് കയ്യിലെ പാടുണ്ടായത്. ഈ പ്രായത്തിൽ തീ വെന്തുരുക്കിയതാണ്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന നമ്മുടെ ആൽഫ ഹീറോയ്ക്ക് വേണ്ട ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നു. ഇനി ഇവൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇവന്റെ പ്രതികാരത്തിന് വേണ്ടി മാത്രമല്ല, ഇവിടെ ജീവിക്കുന്ന ഇവരെ കൂടെ രക്ഷിക്കാനാണ്. ചീഫ് റാണയെ വകവരുത്തണം. റാണയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന ആ ബാബാ ശക്തിയെയും വകവരുത്തണം. അതിനെല്ലാം വേണ്ടി നമ്മുടെ ഹീറോ ട്രെയിനിങ് ആരംഭിച്ചു. ഇത്രയും നാൾ ഉണ്ടായിരുന്ന പോലെയല്ല. ഇതിനു മുമ്പ് ഹീറോയുടെ മൈൻഡ് അത്ര സ്റ്റേബിൾ ആയിരുന്നില്ല. റാണയെ കൊല്ലാൻ നല്ലൊരു അവസരം കിട്ടിയിട്ട് അവനെ കൊണ്ട് അങ്ങനെ കൊല്ലാൻ പറ്റിയില്ല. മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇവൻ റാണയുടെ ഫോട്ടോ കണ്ടപ്പോഴോ അല്ലെങ്കിൽ റാണയെ നേരിട്ട് കണ്ടപ്പോഴോ പോലും ഒരുമാതിരി അങ്ങ് ദേഷ്യപ്പെട്ട് ആ ഒരു ദേഷ്യത്തിൽ ഇവൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമൊക്കെ ഡിലേ ആക്കുന്നത്. ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത പോലെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇവിടുത്തെ ആ വലിയ മരത്തിന്റെ വേരുകളിലുള്ള സബ്സ്റ്റൻസ് ഉള്ളിലേക്ക് എടുത്തതും ആളാകെ മാറി. ചെറിയ പ്രായത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് ഇത്രയും നാൾ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഭയം, ആ ഭയം പൂർണ്ണമായും ഇല്ലാതായി. ഇനി വേണ്ടത് കരുത്താണ്. അതിന് ട്രെയിൻ ചെയ്യണം. ഒരുപാട് നന്നായി ട്രെയിൻ ചെയ്യണം. ഈ ക്ഷേത്രത്തിലുള്ളവരുടെ സഹായത്തോടെ അവൻ ട്രെയിനിങ് ആരംഭിച്ചു. അവരെല്ലാം ഇവനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതേസമയം രാജ്യത്ത് പ്രത്യേകിച്ച് യഥാന പ്രദേശത്ത് വലിയ തരത്തിലുള്ള കലാപങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോവേറിയൻ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് സംസാരിക്കുന്ന ആദേശ് ജോഷി എന്ന സ്ഥാനാർത്ഥി മെജോറിറ്റി ജനങ്ങളുടെ വികാരമുണർത്തി മൈനോറിറ്റീസിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആക്സ് കാരണം വലിയ തരത്തിലുള്ള കലാപങ്ങളാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലോകത്ത് പല രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ലോകം സമാധാനപരമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഇങ്ങനെയുള്ള ആക്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഇങ്ങനെയുള്ള വയലൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അത് കൺട്രോൾ ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഭരിക്കുന്ന പാർട്ടിക്കും ഭരണകൂടത്തിനും വേണ്ടത് ഇത്തരത്തിലുള്ള കലാപമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മൈനോറിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണെന്ന് മനസ്സിലായല്ലോ, മുസ്ലിംസ് ആണ്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ സമ്മതിക്കാതിരുന്നതെന്ന്? മറ്റൊരു സൈഡിൽ ക്യൂനി അവളുടെ കീഴിലുള്ള പെണ്ണുങ്ങളെയൊക്കെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നതും കാണാം. നമ്മുടെ സീതയെ പോലെ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ വെറും അടിമകളെ കണക്കാണ് അവർ കാണുന്നത്. ഇവരെ ആവശ്യപ്പെടുന്ന ആൾ അല്ലെങ്കിൽ കാശ് കൊടുക്കുന്ന ആൾ എന്ത് തരത്തിലുള്ള ആക്ട് ആവശ്യപ്പെട്ടാൽ ഇവരത് ചെയ്തേ പറ്റൂ. വളരെ വളരെ ക്രൂരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ ആർക്കും ഇതിനെ എതിർക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെയും ഇതൊക്കെ തടഞ്ഞു നിർത്താനും എതിർക്കാനും കഴിവുള്ളവർ അവരിതൊക്കെ ആസ്വദിക്കാൻ മിടുക്കന്മാരാണ്. ഇവരെ പോലുള്ള ആളുകളുടെ
ഏറ്റവും വലിയ ആയുധം അവർക്കുള്ളതൊന്നുമല്ല, അവരുടെ നാവോ അല്ലെങ്കിൽ അവർക്കുള്ള സൈന്യമോ അങ്ങനെയൊന്നുമല്ല, മറ്റുള്ളവനാണ്. ഇവരെന്ത് പറഞ്ഞാലും അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്നവൻ. ലിറ്ററലി അടിമ എന്ന് തന്നെ പറയാം. അധികം ചിന്തിക്കാതെ അല്ലെങ്കിൽ അതിനെ കാര്യമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാതെ വെറുതെ എന്ത് കേട്ടാലും ഉടനെ വികാരം പിടിച്ച് ചാടി പോയി ചെയ്യുന്ന ആളുകൾ. ശരിക്കും ഒന്ന് ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഇങ്ങനെയുള്ള ആളുകളെ കാണാം. എല്ലാ മേഖലയിലും ഇങ്ങനെയുള്ള ആളുകളെ കാണാം. അത്യാവശ്യം കുറച്ച് പേരുടെ സപ്പോർട്ടുള്ള ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ അതിനെ അന്ധമായിട്ട് വിശ്വസിച്ച് അവരുടെ പിന്നാലെ കൂടി അവർ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതിനേക്കാൾ നന്നായിട്ട് പൊളിറ്റിക്സ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്? ലിറ്ററലി ഇത് തന്നെയാണ് നടക്കുന്നത്. ഓഫ് കോഴ്സ് പൊളിറ്റിക്സ് വേണം, പൊളിറ്റിക്സ് വേണ്ടെന്നല്ല പറയുന്നത്. റൈറ്റും ലെഫ്റ്റും വേണം. റൈറ്റ് പൊളിറ്റിക്സിനെ ചോദ്യം ചെയ്യാൻ ലെഫ്റ്റും, ലെഫ്റ്റ് പൊളിറ്റിക്സിനെ ചോദ്യം ചെയ്യാൻ റൈറ്റും വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ എല്ലാ കേസിലും ലെഫ്റ്റ് പൊളിറ്റിക്സ് ആണ് ശരി, എല്ലാ കേസിലും റൈറ്റ് പൊളിറ്റിക്സ് ആണ് ശരി എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇത് മനസ്സിലാക്കാനുള്ള ബോധമാണ് ആളുകൾക്ക് ഉണ്ടാവേണ്ടത്. ഈ കൊടിയും പിടിച്ച് എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുന്ന ഇവന്മാർക്ക് ഉണ്ടാവേണ്ടത്. അല്ല, ഇവനൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? മതമാണോ ഇവൻ്റെയൊക്കെ വിഷയം? നമ്മുടെ ദൈവത്തിന് വേണ്ടി നമ്മൾ റോഡിൽ ഇറങ്ങുന്നു, ദൈവത്തിന് വേണ്ടി അവിടെ എവിടെ പോയി വിഷയം ഉണ്ടാക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്രയും ദാരിദ്ര്യം പിടിച്ചൊരു ദൈവം ലോകത്ത് വേറെ ഉണ്ടോ? ഓരോരോ ദൈവങ്ങളുടെ അവസ്ഥയെ അതൊന്നോ രണ്ടോ അല്ല, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ. വളരെ റെയറായിട്ടുള്ള കേസുകൾ മാത്രമാണ് ഇങ്ങനെ അല്ലാതെ പോകുന്നത്. ഈ ഐഡലൊന്നും ഇല്ലാതെ ഒരു സമാധാന പാതയിൽ പീസ്ഫുൾ രീതിയിൽ വിശ്വസിച്ച് അങ്ങനെയൊക്കെ പോകുന്നവർ മാത്രം. ഇതിപ്പോൾ കൊടിയും പിടിച്ച് പുറകെ നടക്കുന്ന സാധാരണക്കാർ മാത്രമല്ല പ്രശ്നം. ഒരു ഗുരു വരുന്നേ കണ്ട് ആ ഗുരു എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അങ്ങേരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സെലിബ്രിറ്റീസും പ്രശ്നം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഹീറോ ഉള്ള ഈ ക്ഷേത്രത്തിന് പുറത്ത് ബാബാ ശക്തിയുടെ ആളുകൾ വന്ന് നോട്ടീസ് ഒട്ടിക്കാൻ ശ്രമിച്ചു. അത് തടയാൻ ശ്രമിച്ച വർഷങ്ങളായി ഈ അമ്പലത്തിൽ ജീവിക്കുന്ന ലക്ഷ്മി എന്നൊരാളെ അവരെല്ലാം കൂടി അടിച്ചവശയാക്കി. സ്ത്രീ എന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ അർദ്ധനാരി എന്നൊന്നും അവർക്കില്ല. ആരും അവരെ എതിർക്കാൻ പാടില്ല. എല്ലാവരും അവരുടെ കാൽ കീഴിൽ കിടന്നോണം എന്ന നിലപാടാണ്. ഇതൊക്കെ തടഞ്ഞു നിർത്തണമെന്നുണ്ടെങ്കിൽ ബാബാ ശക്തി ഇല്ലാണ്ടാവണം. അയാളെ ഇല്ലാണ്ടാക്കിയെന്ന് വെച്ച് ഇതെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവത്തില്ല. സ്റ്റിൽ ഇവരൊക്കെ നേരിടുന്ന ആ ഇഷ്യൂ ഒന്ന് തണുപ്പിക്കാൻ പറ്റും. അയാളെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ അയാളുടെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങളൊക്കെ ഒന്ന് അവസാനിക്കും. നമ്മുടെ മങ്കിമാൻ എന്തായാലും റാണയെ കൊല്ലാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ്. എന്നാൽ ഇനിയും അത് ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഇവന് കുറേ പണത്തിന്റെ ആവശ്യമുണ്ട്. ചുമ്മാ അങ്ങ് ചെന്ന് കയറി കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു? ഈ ക്ഷേത്രത്തിലുള്ള പണം എടുത്തുകൊണ്ട് പോയി ഇവൻ മത്സരിക്കുന്ന ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അവിടെ ഇവന് പരിചയമുള്ള ഒരു പയ്യനെ കൊണ്ട് ബെറ്റ് ഒപ്പിക്കുന്നു. സാധാരണ അവരുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് ലാസ്റ്റ് റൗണ്ടിൽ നമ്മുടെ ഹീറോ തോൽക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ തേർഡ് റൗണ്ടിൽ ഇത്തവണ നമ്മുടെ ഹീറോ തോൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. മത്സരം തുടങ്ങി ഒരൊറ്റയടിക്ക് ഹീറോ അവന്റെ ഒപ്പോണന്റിനെ താഴെ ഇട്ടു. ഫൈറ്റ് കണ്ടക്ട് ചെയ്യുന്ന ടൈഗറിന്റെ കിളി പോയെന്നേ. ഇങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റത്തില്ലോ. ഇവൻ ജയിച്ചാൽ എങ്ങനെ ശരിയാവുന്നേ? മൊത്തം പൈസയും പോകുമല്ലോ. അതുകൊണ്ട് ടൈഗർ മങ്കിമാന്റെ രണ്ടിരട്ടിയുള്ള വലിയൊരുത്തിനെ വിളിച്ച് ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവനോട് പിടിച്ചിരിക്കാൻ ഹീറോ ഒന്ന് വിയർക്കുമെന്ന് വിചാരിച്ചു. ഒട്ടും വിയർത്തില്ല. അവനെയും അടിച്ച് താഴെ ഇട്ടു. ഒരുപാട് ട്രെയിൻ ചെയ്ത് നല്ല സെറ്റായിട്ട് വന്ന ആളല്ലേ. അവന്മാർക്കൊക്കെ എങ്ങനെ നമ്മുടെ ഹീറോയെ തടഞ്ഞു നിർത്താൻ പറ്റും? ഇവിടെ ഇങ്ങനെ ഫൈറ്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ അൽഫോൺസോയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫൈറ്റ് കാണാൻ വന്ന ജനങ്ങളൊക്കെ മങ്കിമാന് വേണ്ടി ചാൻറ്റ് ചെയ്യുന്നു. ഇത്രയും നാൾ അവർക്ക് വേണ്ടിയിരുന്നത് നമ്മുടെ ഹീറോയുടെ ഒറ്റയടിക്ക് വീണ കോബ്രയൊക്കെയാണ്. ഇപ്പൊ അവർ റിയൽ ഹീറോയെ കണ്ടു. അങ്ങനെ കുറെ പണം നേടി ഇവനെ സംരക്ഷിച്ച ക്ഷേത്രത്തിലുള്ള ആളുകൾക്ക് ആ ആൽഫയ്ക്കൊക്കെ പണം എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. അവരുടെ അവിടെയുള്ള വഞ്ചി പൊട്ടിച്ചാണ് ഈ ഫൈറ്റിന് ബെറ്റ് വെക്കാൻ വേണ്ടി ഇവൻ ആദ്യം പണം എടുത്തതേ. അന്നേ ദിവസം ഇലക്ഷന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും ബാബാ ശക്തിയും റാണയും ഒക്കെ അവരുടെ ആ ഒരു കിങ്സ് ഹോട്ടലിൽ ഒത്തുകൂടുന്നുണ്ടായിരുന്നു. റാണയെയും ബാബയെയും തീർക്കാനുള്ള നല്ല അവസരം ഇതാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ നേരെ അങ്ങോട്ട് ചെന്ന് അവിടെ നിന്ന് സെക്യൂരിറ്റീസിനെയൊക്കെ അടിച്ചൊരു വരവുമാക്കി ഹോട്ടൽ വർക്കേഴ്സ് കയറി പോകുന്ന വഴിയിലൂടെ അകത്ത് കയറി ചെല്ലുന്നു. ഏത് വഴി എങ്ങനെ കയറി പോകണമെന്ന് ഇവന് വ്യക്തമായിട്ട് അറിയാം. കുറെ നാളോടെ പണിയെടുത്തതല്ലേ. പിന്നെ ആകെയുള്ള പ്രശ്നം സെക്യൂരിറ്റീസ് മാത്രമാണ്. അതും വലിയ പ്രശ്നമില്ല. അവരെ അടിച്ച് താഴെ ഇടാനൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് പറ്റുന്നുണ്ട്. നല്ല ഒന്നാന്തരമായിട്ട് പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാബാ ശക്തിയും റാണയും ഒക്കെ ആ ഒരു സെക്ഷനിലേക്ക് കയറി ചെന്ന് അവിടെ വലിയൊരു കോലാഹലം ഉണ്ടാക്കി റാണയുടെ ആളുകളെ ഓരോരുത്തരെയായിട്ട് അടിച്ച് താഴെ ഇടുന്നു. ഒരു പോയിന്റിൽ നമ്മുടെ ഹീറോയ്ക്ക് മേൽ അവന്മാർക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നുണ്ട്. കൃത്യം ആ സമയത്ത് നമ്മുടെ ആൽഫയും അവരുടെ ആളുകളും അവിടെ എത്തി. നമ്മുടെ മങ്കിമാനെ സഹായിക്കാൻ അവർ ഇത്രയും റിസ്ക് എടുത്തു. അവരെല്ലാവരും കൂടെ അവിടുത്തെ സെക്യൂരിറ്റീസിനെ നിലംപരിശാക്കുന്നു. ഇതിനിടെ ക്വീനി എങ്ങോട്ട് കയറി വന്ന് നമ്മുടെ ഹീറോയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. ഈ പെണ്ണുമ്പിളെ കൊണ്ട് വലിയ വിഷയമാണല്ലോ എന്ന് നമ്മൾ കൂടെ ചിന്തിക്കുമ്പോഴേക്കും സീത അവരുടെ പുറയിലൂടെ കയറി വന്ന് ആ പെണ്ണുമ്പിളയുടെ താരക്കിട്ട് അടിച്ച് അവരെ താഴെ വീഴ്ത്തി. പിന്നല്ല, ഇത്രയും നാൾ അവളെ എന്തുമാത്രം ഹറാസ് ചെയ്തതാണ്. ഒരൊറ്റ അടിക്ക് തന്നെ ക്വീനി ഡെഡ് ആയി പോകുന്നുണ്ട്. ദെൻ നമ്മുടെ ഹീറോ ഈ പുള്ളിക്കാരിയുടെ, അതായത് ഈ ക്വീനിയുടെ തമ്പ് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനിയും മുകളിലേക്കുള്ള ലെവലിലേക്ക് കയറി പോകാൻ ഇവരുടെ തമ്പിന്റെ ആവശ്യമാണ്. റാണയും ബാബാശക്തിയൊക്കെ മുകളിലോട്ടുള്ള ലെവലിലാണ്. അവിടെ എത്തണം. അവിടെ എത്തി അവന്മാരെ തീർക്കണം. മുകളിലത്തെ ലെവലിലെത്തി. ചീഫ് റാണ അവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. ആദ്യം ഇവർ ഏറ്റുമുട്ടിയ പോലെ അല്ല ഇപ്പോൾ. ഹീറോയുടെ വേഗതയോട് പിടിച്ചിരിക്കാൻ ഇങ്ങേർക്കാവുന്നില്ല. ഒന്നോ രണ്ടോ തവണ നമ്മുടെ ഹീറോയെ ഒന്ന് തള്ളി താഴെയിട്ട് തൊഴിച്ചാൽ അങ്ങേർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ചീഫ് റാണയെ അടിച്ച് താഴെയിട്ട് പക തീരുവോളം ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അയാളെ കൊല്ലുകയാണ് നമ്മുടെ ഹീറോ. ഇതേ മുറിയിൽ തന്നെ ഇവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ആദേശ്. എന്നാൽ അങ്ങനെ ഇവനൊന്നും ചെയ്യുന്നില്ല. പുള്ളി ആകെ പേടിച്ച് വരേണ്ട അവിടെ ഒളിച്ചിരിക്കുവാണ്. അങ്ങനെയുള്ളവനെയൊക്കെ തല്ലാൻ പോകണ്ടെന്ന് കരുതി. ദെൻ ടോപ്പ് ഫ്ലോറിലേക്ക്. അവിടെയാണ് സ്വാമിയുള്ളത്, ബാബാ ശക്തി. നമ്മുടെ ഹീറോയെ കണ്ടതും ബാബ ഡയലോഗ് അടി തുടങ്ങി. അങ്ങനെ കൊണ്ട് ആരെയും കൺവിൻസ് ചെയ്ത് അങ്ങ് വീഴ്ത്താം, തന്റെ വരുതിയിലാക്കാമെന്നുള്ളൊരു ചിന്തയുണ്ട്, ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന് ദീപാവലി ദിവസം കൂടിയായിരുന്നു. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ശ്രമം നമ്മുടെ ഹീറോയെ അങ്ങ് കൺവിൻസ് ചെയ്തേക്കാവുന്ന ചതിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശം. കാരണം ഇങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോപ്റ്റർ ഇങ്ങോട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഇയാളുടെ ചെരുപ്പിനടിയിൽ ഒരു വെപ്പൺ ഉണ്ടായിരുന്നു, മൂർച്ചയുള്ള ഒരു ആണി. കോപ്റ്റർ വരുന്നത് കൊണ്ട് നമ്മുടെ ഹീറോയുടെ ശ്രദ്ധ അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെ അങ്ങേറെ ചെരുപ്പിലുള്ള ആണി ഊരി നമ്മുടെ ഹീറോയെ കുത്തുന്നു. രണ്ടാമതൊരു ആണി ഊരി നമ്മുടെ ഹീറോയുടെ നെഞ്ചിൽ കുത്താൻ വരുമ്പോൾ ഹീറോ കൈ കൊണ്ട് അത് തടഞ്ഞു. അവന്റെ കയ്യിൽ ആണി കുത്തിക്കേറി. എന്നാലും ആ വേദന സഹിച്ചു നിന്ന് നമ്മുടെ ഹീറോ അങ്ങനെ തള്ളി താഴെയിട്ട് ആ ആണി പിടിച്ചു വാങ്ങി അങ്ങേറെ നെഞ്ചിൽ തന്നെ കുത്തുന്നു. അതോടെ ബാബയുടെ സകലതും തീർന്നു. ഇത്രയും നേരം വലിയ ഡയലോഗ് അടിച്ചു നിന്ന് അങ്ങേര്
പ്ലീസ് മോനെ എന്നെ കൊല്ലല്ലേ മോനെ എന്നെ സേവ് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് കെഞ്ചാൻ തുടങ്ങി. ഇത്രയൊക്കെ ഉള്ളവന്മാരെല്ലാം ഇവൻ്റെയൊക്കെ ചുറ്റും നീങ്ങുന്ന ആളുകളാണ് ഇവൻ്റെയൊക്കെ ബലം. അങ്ങനെ ഫൈനലി നമ്മുടെ ഹീറോ അങ്ങേറെ നെറ്റിയിലെ ആണി കുത്തി ഇറക്കി അങ്ങേരെ കൊല്ലുന്നു. അങ്ങനെ തൻ്റെ പ്രതികാരം പൂർത്തിയാക്കി നമ്മുടെ ഹീറോ അവിടെ വെച്ചിട്ടുള്ള ഒരു പെയിന്റിങ്ങിൽ നോക്കുവാണ്. ഹനുമാൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യുദ്ധം ചെയ്യുന്ന ഒരു പെയിന്റിങ്. ചെറുപ്പകാലത്ത് ഇവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു പ്രാർത്ഥന ഇവൻ്റെ മനസ്സിൽ വരുന്നു. അന്ന് ഇവൻ്റെ അമ്മ അവർക്കറിയാവുന്ന പോലെ ഇവന് പറഞ്ഞു കൊടുത്ത ആ പ്രാർത്ഥന ഓർത്ത് നിൽക്കുന്ന നമ്മുടെ ഹീറോയെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഇപ്പം നിങ്ങൾ കേട്ടതാണ് സിനിമയുടെ പ്ലോട്ട്. ഇതിൽ മെയിൻ ആക്ഷൻസ് ആണ്, അത് കണ്ടനുഭവിച്ചറിയേണ്ട കാര്യമാണ്. പ്ലോട്ട് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കാതിരുന്നതെന്ന് മനസ്സിലായല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ ഇങ്ങനെയുള്ള നല്ല നല്ല സിനിമകളൊക്കെ കാണാം.